ജിൻഡോ ജോൺ, തുടർഭരണം നൽകുന്ന ആത്മവിശ്വാസത്തോടെയാണ് LDF ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. തിരിച്ചറിവ് ഇല്ലായ്മ കൊണ്ടാണ് നിങ്ങൾക്ക് UDF എന്ന് പറയുന്ന സംവിധാനത്തിന് കഴിഞ്ഞ തവണ 19 സീറ്റ് വലിയ തിരിച്ചടിയിടത് മുന്നണിക്ക് നൽകിക്കൊണ്ട് ജനങ്ങൾ കൈവെള്ളയിൽ വെച്ചു തന്നത്. ദുർബലപ്പെട്ട UDF ആണ് LDFന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി അല്ലെങ്കിൽ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ. എന്താണ് മറുപടി? മാധവ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. BJP ഇന്ത്യ എമ്പാടും മത്സരിക്കുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. കേരളത്തിലെ CPM മത്സരിക്കുന്നത് അവരുടെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ രാജ്യത്തെ 142 കോടി ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിലക്കയറ്റം, അഴിമതി, തൊഴിലില്ലായ്മ പോലുള്ള വലിയ പ്രശ്നങ്ങൾ, ജനങ്ങൾ ജീവിക്കാൻ നട്ടം തിരിയുന്ന പ്രശ്നങ്ങൾ നൂറുകണക്കിനുണ്ട്. ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അവർക്ക് തുടർഭരണം നൽകിയത് സ്വസ്ഥത ആഗ്രഹിച്ചതുകൊണ്ടാണ്. ആ തുടർഭരണത്തിന് നിങ്ങൾക്ക് നൽകിയ അതേ ജനങ്ങളുടെ മുമ്പിലേക്കാണല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ പാർട്ടിയുടെ കുട്ടി സഖാക്കന്മാർ സിദ്ധാർത്ഥനെ പോലുള്ള ചെറുപ്പക്കാരെ തല്ലി കൊല്ലാക്കൊല ചെയ്ത് കെട്ടിത്തൂക്കുന്നത് നമ്മൾ കണ്ടത്. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നിങ്ങൾ നീതി ഉറപ്പാക്കി കൊടുത്തല്ലോ. വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കി കൊടുത്തല്ലോ. ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. 23ഓളം ചെറുപ്പക്കാർ കേരളത്തിന്റെ ലോക്കപ്പിനകത്ത് മർദ്ദനത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം കഴിഞ്ഞ 8 വർഷത്തെ പിണറായി കാലഘട്ടമാണ്. ഇനി വേണ്ട എന്തിനു നമ്മളിപ്പോൾ കണ്ണൂർ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സ്വന്തം പറമ്പിലെ തേങ്ങയിടാൻ വന്ന ഒരു കുടുംബനാഥയ്ക്കും മകൾക്കും പറമ്പിലെ തേങ്ങ ഇടണമെങ്കിൽ വരെ CPM നേതാക്കന്മാരുടെ അനുവാദം കിട്ടണം, പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള ഭീഷണി മുഴക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം പറയുന്നത് തുടർഭരണം തരുന്നത് ഈ സ്വസ്ഥത ആഗ്രഹിക്കുന്ന ജനങ്ങളാണെന്ന്. പിന്നെ ഇവർ പറയുന്ന UDFന്റെ ശക്തി ക്ഷയത്തെ കുറിച്ചിട്ടാണ്. UDFൽ എത്ര കക്ഷികളുണ്ട്, അവരുടെ ശക്തി എത്രയുണ്ട്, ശക്തിക്ക് കുറവുണ്ടായോ, അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് പറയണ്ടേ? ജനങ്ങളുടെ ശക്തിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും അവബോധമില്ല. അതുകൊണ്ടാണ് തൃക്കാക്കരയിലെ ബൈ ഇലക്ഷനും പുതുപ്പള്ളിയിലെ ബൈ ഇലക്ഷനും നിങ്ങൾക്ക് വലിയ പ്രശ്നമല്ല എന്ന് താങ്കൾ അറിയാതെങ്കിലും പറയുന്നത്. അതൊരു പ്രശ്നമായിട്ട് താങ്കൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പണ്ട് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അതുപോലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, AK ബാലനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, EP ജയരാജൻ എന്ന് പറഞ്ഞ LDFന്റെ കൺവീനർ അടക്കം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ 2 ബൈ ഇലക്ഷനും വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമ്പോഴും അത് ഭരണത്തിനെതിരായ ജനവിധിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? താങ്കൾ പറഞ്ഞത് MV ഗോവിന്ദൻ ജനകീയ പ്രതിരോധ ജാഥ നടത്തി, അതൊരു വിജയമായിരുന്നു എന്ന്. ജനകീയ പ്രതിരോധ ജാഥ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് MV ഗോവിന്ദൻ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിരോധത്തെ, ജനകീയ വിഷയങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ജാഥയാണ്, അല്ലാതെ ജനങ്ങൾക്കൊരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നടത്തിയ ജാഥയായിട്ട് കാണുന്നുണ്ടോ? നവകേരള സദസ്സ് നടത്തിയതിന്റെ പേരിൽ അഭിമാനിക്കുന്നു താങ്കൾ. നാളിതുവരെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് എന്ത് നന്മയാണ് സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്? അത് പറയാൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ? ഇനി കേരളീയം നടത്തിയതിനെ കുറിച്ച് നിങ്ങൾ അഭിമാനിക്കുന്നു. കേരളീയം നടത്തിയത് കൊണ്ട് കേരളത്തിൽ പെൻഷൻ കിട്ടാത്ത എത്ര ആളുകൾക്ക് പെൻഷൻ കിട്ടി? നവകേരള സദസ്സ് നടത്തിയത് കൊണ്ട് പെൻഷൻ കിട്ടാത്ത എത്ര മനുഷ്യരുടെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റി? വിലക്കയറ്റം കുറയ്ക്കാൻ പറ്റിയോ? പെട്രോളിയം സെസ് 2 രൂപ വർദ്ധിപ്പിച്ചത് അത് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? അല്ലെങ്കിൽ ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഇന്ന് കാലിയാണ്. നിങ്ങൾ ഈസ്റ്ററിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പീഡാനുഭവമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ നിങ്ങൾ സംഭാവന ചെയ്യുന്നത്. ഇനി വിഷു വരുന്നു, റംസാൻ വരുന്നു. ഈ പീഡാനുഭവ കാലഘട്ടം ഇനി അങ്ങനെ വ്യാപിച്ചു പോവുകയാണ്. ഓണത്തിന് കിറ്റ് കൊടുക്കാൻ പറ്റാത്ത സർക്കാർ, ക്രിസ്തുമസിന് പലവ്യഞ്ജനങ്ങൾ കൊടുക്കാൻ പറ്റാത്ത സർക്കാർ, ഇത് ഈസ്റ്റർ ആയപ്പോഴും വിഷു ആകുമ്പോഴും റംസാൻ ആകുമ്പോഴും തുടർന്നു പോകുന്നത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നു, ഞങ്ങളും കുറ്റം പറയുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന തിടുക്കത്തിനിടയ്ക്ക് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ വിലാപത്തെ കാണുന്നില്ല. മറിയക്കുട്ടിയെ പോലുള്ള ആളുകൾ കേരളത്തിലെ ഹൈക്കോടതിയിൽ പോയത് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഹൈക്കോടതിയിൽ പോയത് അവരുടെ കമ്പനിയിലേക്ക് അനധികൃതമായി വന്നിട്ടുള്ള 1.25 കോടിയെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അവർ ഉടുക്കുന്ന ഉടുപ്പിന്റെ നിറത്തിന്റെ പേരിൽ, ധരിക്കുന്ന മാസ്കിന്റെ പേരിൽ, വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ പേരിലൊക്കെ അടിച്ച് ആക്രമിച്ച് അവരെ കൊല്ലാൻ നോക്കുന്ന ആളുകളെ നിങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നത് ജീവൻ രക്ഷാസേന എന്ന. ആ ജീവൻ രക്ഷാസേന എന്ന് എൻഡോഴ്സ് ചെയ്യുന്ന ആ അഭിമാനത്തിൽ അതിൽ ആവേശം കൊണ്ടുകൊണ്ട് SFIക്കാർ സിദ്ധാർത്ഥനെ കൊന്നു കെട്ടിത്തൂക്കുന്നത് നമ്മൾ കണ്ടത്.
സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് നീതി കൊടുക്കാൻ പറ്റിയില്ല. സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം പൊതുസമൂഹത്തോട് പറഞ്ഞില്ലേ, ഞങ്ങളെ വഞ്ചിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന്. ഇന്ന് ഗവർണർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉള്ള തയ്യാറെടുപ്പ്, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിലെ സർക്കാർ, ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ്, ആരോഗ്യവകുപ്പ് അതിലേറെ പരാജയമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ 5 രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട്, ചീട്ടെടുത്തുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ മരുന്നിന് ക്യൂ നിൽക്കുന്ന മനുഷ്യരെ കൊണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് തീറ്റിച്ച ഗവൺമെന്റിന്റെ പേരാ പിണറായി സർക്കാർ. അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ജനവിധി കേരളത്തിൽ രേഖപ്പെടുത്തും. പിണറായി, മോദി ഇരട്ട എഞ്ചിൻ സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്.